കേരളത്തിൽ സ്മാർട്ട് ഫാമിംഗിന്റെ സാധ്യതകൾ പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ഇത് ഏറെ സഹായകമാകുമെന്നും മുഖ്യമന്ത്രി ഏറ്റക്കുറച്ചിലുകൾ കൃത്യമായി മനസ്സിലാക്കി കാർഷിക കലണ്ടറിലടക്കം മാറ്റം വരുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർഷക ദിനാചരണത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടത്തിയ കർഷക അവാർഡ് വിതരണവും കതിർ ആപ്പ് ലോഞ്ചിങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കേരളത്തിലും സ്മാർട്ട് ഫാമിംഗിന്റെ സാധ്യതകൾ പരിശോധിക്കണം. ത്രിതല ഇടപെടലുകൾ സമാന്തരമായി നടത്തി സ്മാർട്ട് ഫാമിംഗ് എങ്ങനെ വിജയകരമായി നടപ്പാക്കാമെന്ന കാര്യം ആലോചിക്കണമെന്നും കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് കാർഷിക കലണ്ടറിലും സമൂലമായ മാറ്റങ്ങൾ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം കാർഷിക മേഖലയ്ക്ക് ആഘാതമേൽപ്പിക്കുന്നതുപോലെ തന്നെ കാർഷിക മേഖലയിലെ ചില ഇടപെടലുകൾ പരിസ്ഥിതിക്കും ദോഷകരമാകുന്നുണ്ട് എന്നത് നാം തിരിച്ചറിയണം. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് അതിലൊന്ന്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ചെറുക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ കൃഷിരീതികളെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അഡാപ്റ്റേഷൻ പ്രോസസ്സാണ് രണ്ടാമത്തേത്. കാർഷിക മേഖലയിലെ ഇടപെടലുകൾ കാരണം പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതങ്ങളെ ലഘൂകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക എന്നതാണ് മൂന്നാമത്തെ ഘടകം. ഇങ്ങനെ 3 തരത്തിലുള്ള ഇടപെടൽ സമാന്തരമായി നടത്തി സ്മാർട്ട് ഫാമിംഗ് കേരളത്തിൽ എങ്ങനെ വിജയകരമായി നടപ്പാക്കാം എന്നതിനെക്കുറിച്ച് നാം ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ കൃത്യമായി മനസ്സിലാക്കി കാർഷിക കലണ്ടറിലടക്കം മാറ്റം വരുത്തേണ്ടതുണ്ട്. കാർഷിക സ്വയം പര്യാപ്തത ഓരോ പൗരനും സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുത്താൽ മാത്രമേ കാർഷിക മുന്നേറ്റം കൈവരിക്കാനാകൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.